നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെങ്ങ് നിറച്ചും തേങ്ങ കായ്ക്കണോ? വേണ്ടത് 2 കിലോ. ഇതൊന്ന് പ്രയോഗിച്ച് നോക്കൂ, വിജയം ഉറപ്പ്. നാളികേര ഉൽപ്പാദനവും കാമ്പിൻ്റെ കട്ടിയും കൊപ്രയുടെ തൂക്കവും കൂട്ടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പോഷക മൂലകമാണ് ഉപ്പ്. ഉപ്പിൽ 60% ക്ലോറിൻ തെങ്ങിന് വർഷം തോറും തടമെടുത്ത് കല്ലുപ്പിടുന്നത് പണ്ട് പതിവായിരുന്നു. ഉപ്പും ചാരവുമായിരുന്നു പൂർവികർ തെങ്ങിന് നൽകിയിരുന്ന പ്രധാന വളങ്ങൾ. കടൽ വെള്ളം വെയിലിൽ വറ്റിച്ചെടുക്കുന്ന കല്ലുപ്പിൽ 90% സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇന്ന് വീടുകളിൽ ചാരം കിട്ടാനില്ല. അത് കാരണം തെങ്ങിന് ചാരമിടുന്ന പതിവില്ലാതായി. മഴക്കാലത്ത് ഉപ്പിടുന്നതും നിന്നുപോയി. അതിനാൽ നാളികേര ഉൽപ്പാദനത്തിന് കൂടിയ അളവിൽ ആവശ്യമായ ക്ലോറിൻ്റെ അഭാവം കേരളത്തിലെ മിക്ക തെങ്ങും തോപ്പുകളിലെയും മണ്ണിലുണ്ട്. കല്ലുപ്പ് നൽകുന്നതെന്തിന്? തെങ്ങിൻ്റെ കായ്ഫലം കൂട്ടാൻ നൽകാവുന്ന ഏറ്റവും വില കുറഞ്ഞ പ്രകൃതി സൗഹൃദ വളമാണ് ഉപ്പ്. കല്ലുപ്പിൽ 90% സോഡിയം ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്നു. കൂടാതെ തെങ്ങിന് ചെറിയ തോതിൽ ആവശ്യമായ പല സൂക്ഷ്മ മൂലകങ്ങളും നാളികേര ഉൽപ്പാദനവും കാമ്പിൻ്റെ കട്ടിയും കൊപ്രയുടെ തൂക്കവും കൂട്ടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പോഷക മൂലകമാണ് ഉപ്പിൽ 60% ക്ലോറിൻ. ക്ലോറിൻ്റെ അഭാവത്തിൽ തെങ്ങോല മഞ്ഞളിക്കുകയും അവയിൽ ഓറഞ്ച് നിറമുള്ള പാടുകൾ ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ കണയോലകളുടെ അഗ്രം കരിയുകയും ഓല ചുരുണ്ട് തൂങ്ങുകയും ക്രമേണ വിളവ് തീരെ കുറയുകയും ചെയ്യുന്നു. കല്ലുപ്പ് ചേർക്കുക വഴി തെങ്ങിൽ കൂടുതൽ വെള്ളയ്ക്ക ഉണ്ടാവുകയും അവ പുഷ്ടിയോടെ വളരുകയും ചെയ്യും. സമയമായിട്ടും കായ്ക്കാൻ മടിച്ചു നിൽക്കുന്ന തൈകൾക്ക് മഴക്കാലത്ത് 2 കിലോ ഉപ്പ് തടമെടുത്ത് നൽകിയാൽ അവ സമയത്തിന് കായ്ച്ചു തുടങ്ങും. തെങ്ങിന് ക്ലോറിൻ നൽകുന്ന മറ്റു പ്രധാന വളമായ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് വളത്തെ അപേക്ഷിച്ച് വില കുറഞ്ഞത് പ്രകൃതി സൗഹൃദമായ കല്ലുപ്പാണ്. വർഷം തോറും കായ്ക്കുന്ന തെങ്ങിന് 2 കിലോ വീതം കല്ലുപ്പ് നൽകിയാൽ വില കൂടിയ പൊട്ടാഷ് വളത്തിൻ്റെ അളവ് പാതിയായി കുറയ്ക്കാമെന്ന് കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്നു. കല്ലുപ്പിടുന്നത് തടത്തിലെ മണ്ണിൻ്റെ ഈർപ്പം സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും തെങ്ങുകളിൽ പേടുതേങ്ങ ഉണ്ടാകുന്നത് കുറയ്ക്കുമെന്നും പൂർവികർ വിശ്വസിച്ചിരുന്നു. ഫിലിപ്പീൻസ് ശുപാർശ. ഫിലിപ്പീൻസിൽ കല്ലുപ്പിനെ പ്രകൃതിദത്ത വളമായി അംഗീകരിച്ച് തെങ്ങിന് ശുപാർശ ചെയ്യുന്നു. വിവിധ പ്രായത്തിലുള്ള തെങ്ങുകൾക്ക് ഫിലിപ്പീൻസ് കോക്കനട്ട് അതോറിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള കല്ലുപ്പിൻ്റെ അളവ് ഇപ്രകാരമാണ്. തൈ നടുന്ന സമയത്ത് 100 ഗ്രാം നട്ട് 6 മാസത്തിന് ശേഷം 150 ഗ്രാം നൽകാം. 1 വർഷം കഴിഞ്ഞാൽ 500 ഗ്രാമും 2-ാം വർഷം 750 ഗ്രാമും 3-4 വർഷങ്ങളിൽ യഥാക്രമം 1100 ഗ്രാം 1300 ഗ്രാം. 5 വർഷം കഴിഞ്ഞാൽ വർഷം തോറും 1.5 കിലോ. നഴ്സറികളിൽ 6 മുതൽ 8 മാസം പ്രായമായ തൈകൾക്ക് 60 മുതൽ 70 ഗ്രാം വരെയും. ചെങ്കൽമണ്ണ് പ്രദേശങ്ങളിൽ തെങ്ങിൻ തൈ നടുമ്പോൾ കുഴിയുടെ പകുതി ഭാഗം മേൽമണ്ണും ചാണകപ്പൊടിയും കലർത്തിയ മിശ്രിതം കൊണ്ട് മൂടുന്നതിന് മുൻപ് 2 കിലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുമെന്ന് കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്നു. ദേശീയ ജൈവ കൃഷി മാനദണ്ഡങ്ങൾ പ്രകാരം വിളകൾക്ക് നൽകാൻ അനുമതിയുള്ള വളമാണ് സോഡിയം ക്ലോറൈഡ്. കല്ലുപ്പ് നൽകുന്നത് എങ്ങനെ? അധികമായാൽ അമൃതം വിഷം. അതിനാൽ തെങ്ങിന് നൽകുന്ന ഉപ്പിൻ്റെ അളവ് കൃത്യമായി പാലിക്കണം. കായ്ക്കുന്ന 100 തേങ്ങയിൽ കൂടുതൽ കിട്ടുന്ന തെങ്ങുകൾക്ക് തടം തുറന്ന് 2 കിലോ വീതവും തൈകൾക്ക് 1 കിലോ വീതവും നൽകാം. മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുള്ളപ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഈർപ്പമില്ലാത്ത മണ്ണിൽ ഉപ്പ് ചേർക്കുന്നത് ദോഷകരം. വേരുപടലത്തിൽ ഉപ്പിൻ്റെ അംശം അടിഞ്ഞുകൂടുകയും മണ്ണിൽ നിന്ന് വളവും വെള്ളവും വലിച്ചെടുക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഉപ്പിടാൻ പറയുന്നത്. തെങ്ങിന് ചുറ്റും തടം തുറന്ന് അതിൽ ജൈവവളങ്ങളും മറ്റ് രാസവളങ്ങളും ചേർക്കുന്നതിന് 2 ആഴ്ച മുമ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ പുളിരസം കൂടിയ മണ്ണിൽ കുമ്മായമോ ഡോളോമൈറ്റോ ചേർത്ത് പുളിരസം കുറച്ചിട്ട് വേണം കല്ലുപ്പും മറ്റ് വളങ്ങളും നൽകാൻ. തടത്തിൻ്റെ പുറം പകുതിയിലാണ് കല്ലുപ്പ് വിതറേണ്ടത്. അതായത് ചുവട്ടിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ വിട്ട് ബാക്കി സ്ഥലത്ത് ഉപ്പ് വിതറിയ ശേഷം തടത്തിൻ്റെ അരികിൽ നിന്ന് മണ്ണ് കിളച്ചിട്ട് മൂടണം. അന്തരീക്ഷത്തിൽ തന്നെ ഉപ്പിൻ്റെ അംശം ധാരാളമുള്ളതിനാൽ കടൽ തീരത്ത് വളരുന്ന തെങ്ങുകൾക്ക് ഉപ്പ് നൽകേണ്ടതില്ല. തീരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് മാറിയുള്ള തെങ്ങിൻ തോട്ടങ്ങളിലാണ് ക്ലോറിൻ്റെ അഭാവം കണ്ടുവരുന്നത്. ഉപ്പുകാറ്റടിക്കുന്ന അന്തരീക്ഷത്തിലും മണ്ണിലും ധാരാളം ഉപ്പിൻ്റെ അംശമുള്ള ലക്ഷദ്വീപിൽ രാസവളമൊന്നും നൽകാതെ തന്നെ ഒരു തെങ്ങിൽ നിന്ന് ശരാശരി 100-ലേറെ തേങ്ങ ലഭിക്കുന്നത് മണ്ണിൽ ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് സമൃദ്ധമായത് കൊണ്ടാവാം.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് നല്ല രീതിയിൽ കായ്ച്ച് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.